ഹലോ. അപ്പോൾ എതിർപ്പാർട്ടിക്കാരുടെ നെഞ്ചിൽ തീയിട്ടുകൊണ്ടാണ് 2024 ജനുവരി 22-ന് BJP അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അഥവാ കോൺസിക്രേഷൻ നടത്താൻ പോകുന്നത്. എല്ലാ പാർട്ടികളും ആകെ ടെൻഷനിലാണ്. എന്ത് ചെയ്യണം എന്ന് ചെയ്യേണ്ട എന്ന് അറിയാത്ത അവസ്ഥയിലാണ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തതിന് നഗ്നായിട്ടും നടക്കാം എന്നതുപോലെ സീതയുടെയും രാമൻ്റെയും പേര് ചേർന്ന സീതാറാം യെച്ചൂരി മാത്രമാണ് തങ്ങൾ വരുന്നില്ല എന്ന് ആദ്യമേ അസന്നിഗ്ധമായിട്ട് പറഞ്ഞത്. കനലൊരു തരിയായി മാറിയ പാർട്ടിക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്ന് എതിർപ്പാർട്ടിക്കാർ പറയും. പക്ഷെ നമ്മൾ പറയും അത് കമ്മ്യൂണിസത്തിൻ്റെ ആർജവമാണെന്ന്. ഉണ്ടായിരുന്ന 2 സീറ്റ് പോലും രാജസ്ഥാനിൽ നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ കേരളം വിട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണമെങ്കിൽ മഷീട്ട് നോക്കേണ്ട അവസ്ഥയാണ്. സീതാറാം യെച്ചൂരി സഖാവിന് കൃത്യമായി വ്യക്തമായി പറയാം തങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വരുന്നില്ല എന്ന്. ബാക്കി പാർട്ടിക്കാരുടെ അവസ്ഥ അങ്ങനെയാണോ? അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. പിന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുലിവാല് പിടിച്ചത് എതിർപ്പാർട്ടിക്കാരാണ്. അവർ പറയുന്നത് BJP വിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നു എന്നാണ്. അവർക്കറിയേണ്ട ഒരു കാര്യം, വിശ്വാസത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴച്ചത് അവരും കൂടെ ചേർന്നിട്ടാണ്. എല്ലാ ഇലക്ഷനിലും BJPയുടെ പ്രധാന അജണ്ട, പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. അപ്പോൾ ഓരോ തവണ അവർ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ആവർത്തിക്കുമ്പോഴും എതിർപ്പാർട്ടിക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നിങ്ങൾ നടത്തുന്നത്, എന്താണ് രാമക്ഷേത്ര നിർമ്മാണം നടത്താത്തത് എന്നായിരുന്നു. മുൻപ് BJPയുടെ ക്ലോസ് ഫ്രണ്ടായിരുന്ന, ഇപ്പോൾ ക്ലോസ് ആക്കാൻ നടക്കുന്ന ഫ്രണ്ടായ ഉദ്ധവ് താക്കറെ, മുമ്പ് ശിവസേനയിലായിരുന്നു, ഇപ്പോൾ ഉദ്ധവ് താക്കറെ തന്നെ ഒരിക്കൽ ചോദിച്ചത്, അതെ, അമ്പലം അവിടെ തന്നെ ഉണ്ടാക്കും, പക്ഷേ ഡേറ്റ് പറയത്തില്ല. മന്ദിർ വഹി ബനായെങ്കെ പർ താരിഖ് നെയ് ബതായെങ്കെ. അമ്പലം അവിടെ തന്നെ ഉണ്ടാക്കും, പക്ഷേ ഡേറ്റ് പറയത്തില്ല. മുമ്പ് പഞ്ചാബി ഹൗസിലെ മുതലാളി പറഞ്ഞ പോലെ എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ, ഇതാണ് BJP പറയുന്നത് എന്നാണ് ഉദ്ധവ് താക്കറെ തന്നെ പല ആവർത്തി പറഞ്ഞത്. അതിനെല്ലാവരും മറുപടി ആയിട്ടാണ് BJP ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും ഉദ്ധവ്ജിയുടെ പാർട്ടിക്കും ഉദ്ഘാടനത്തിന് പോകണോ വേണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അവസാനം തീരുമാനിച്ചു ഉദ്ഘാടനം എന്നത് BJPയുടെ പാർട്ടി പരിപാടിയാണ്. ഉദ്ഘാടനത്തിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ അവിടെ പോകും. കാരണം ഉദ്ധവ്ജിക്കും അറിയാം തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് ആരാണെന്ന്. അവരെ പിണക്കിയാൽ ഉദ്ധവ് സേനയ്ക്ക് നിലം തൊടാൻ പറ്റില്ലെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു സങ്കോചവും സംശയവുമില്ലാതെ സീതാറാം യെച്ചൂരി പറഞ്ഞു, ഞങ്ങൾ ഉദ്ഘാടനത്തിന് വരുന്നില്ല. അല്ലെങ്കിലും വീടിനടുത്ത് ബിരിയാണി കിട്ടുമ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് ആരെങ്കിലും കാറും പിടിച്ചു പോകുമോ? ഇല്ല. യെച്ചൂരി സഖാവിന് അറിയാം കൃത്യമായിട്ട് കാര്യങ്ങൾ, എവിടെ നിന്നാണ് വോട്ട് കിട്ടുന്നത്, എവിടെയാണ് തങ്ങൾക്ക് നിലനിൽക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഉള്ളതെന്ന്. ആകപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. സോണിയാജിയും ഖാർഗെജിയും പറയുന്നത് തങ്ങൾ ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നാണ്. അതിനിടയ്ക്ക് സാം പിത്രോഡയെ പോലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ് പറഞ്ഞ് പാർട്ടിയെ കുഴയ്ക്കുന്നുമുണ്ട്. ഇപ്പോൾ സാം പിത്രോദ പറഞ്ഞത് തൊഴിലില്ലായ്മയും ടെക്നോളജിയും മറ്റ് ഇഷ്യൂസും ഉള്ളപ്പോൾ അവയൊന്നും ചർച്ച ചെയ്യാതെ രാമക്ഷേത്രം ചർച്ച ചെയ്യുന്നത്, വിശ്വാസം ചർച്ച ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമെന്നാണ്. പിത്രോദാജിക്ക് അറിയില്ലല്ലോ ഇവിടെ കോൺഗ്രസ് പെട്ടിരിക്കുന്ന പുലിവാൽ. കക്ഷിക്ക് എന്തും പറയാം. ഇതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഖാർഗെജിയുടെയും സോണിയാജിയുടെയും ഉത്തരവാദിത്തമായി പോയി. ഒരു 1.5 ഞാണിന്മ കളിയാണ് കോൺഗ്രസിന് ഇത്. പയറ്റിത്തെളിഞ്ഞ കളിക്കാർ കുറേ ഉണ്ട് കോൺഗ്രസിൽ. പക്ഷേ ഇത്തവണത്തെ കളി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് സങ്കീർണമായ കളിയാണ് ഇത്തവണ നടക്കുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് കളിക്കാൻ പറ്റില്ല. കാരണം BJP തീരുമാനിച്ച കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനറലായിട്ടുള്ളൊരു കളിയല്ല. BJP ആണ് ഇവിടുത്തെ നിയമങ്ങൾ തീരുമാനിച്ചത്. BJP ആണ് ഈ കളി എങ്ങനെ കളിക്കണം എന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ മറ്റുള്ള പാർട്ടിക്കാർക്ക് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനിടെ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് പറഞ്ഞു ഓരോ പാർട്ടിക്കും തീരുമാനമെടുക്കാം തങ്ങൾക്ക് ഉദ്ഘാടനത്തിന്, രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകണോ വേണ്ടയോ എന്ന്. അതെ, കോൺഗ്രസിനിടെ ഇത് തങ്ങളെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന്. ഇനി ഉദ്ഘാടനത്തിന് പോകുന്ന തക്കത്തിന് അയലത്ത് നിൽക്കുന്ന വല്ലവരും ഈ ബിരിയാണി ചെമ്പ് കട്ടുകൊണ്ട് പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് കോൺഗ്രസ് കുറച്ച് സംയമനം പാലിക്കുന്നത്. യുവമാർ ഇതിനൊന്നും വിളിക്കായിരുന്നെങ്കിൽ എന്ന് ഖാർഗെജിയും സോണിയാജിയും പല ആവർത്തിയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം അയലത്തെ ശത്രു കല്യാണത്തിന് വിളിച്ച അവസ്ഥയിലാണ്. കല്യാണത്തിന് പോയ നാട്ടുകാർ പറയും, കണ്ടില്ലേ ശത്രുവിൻ്റെ കല്യാണത്തിന് പോയി ഞെളിഞ്ഞെന്ന് തിന്നാൻ ഇവനൊന്നും നാണമില്ലേ എന്ന്.
ഇനിയിപ്പോൾ പോയില്ലെങ്കിലോ? അവർ കല്യാണത്തിന് ഇങ്ങോട്ട് വന്ന് ക്ഷണിച്ചതല്ലേ, എല്ലാം മറന്ന് വിളിച്ചതല്ലേ, ഒന്ന് പൊയ്ക്കൂടായിരുന്നോ എന്ന് നാട്ടുകാർ ചോദിക്കും. ഇപ്പൊ കക്ഷത്തിലിരിക്കുന്ന ചിക്കൻ ഫ്രൈ കളയാതെ ഉത്തരത്തിലിരിക്കുന്ന ലഡ്ഡു എങ്ങനെ എടുക്കാം എന്നുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. രാഹുൽജിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു ടെൻഷനും ഇല്ല. ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടില്ലേ, എല്ലാം പഠിച്ചവനും ഒന്നും പഠിക്കാത്തവനും ഒരു ടെൻഷനും കാണത്തില്ല. സയൻസ് പരീക്ഷയ്ക്ക് ഹിസ്റ്ററിയുടെ തുണ്ടുപേപ്പറുമായിട്ട് കോപ്പി അടിക്കാൻ പോയ വിദ്യാർത്ഥിയുടെ അവസ്ഥയിലാണ് അദ്ദേഹം. ചോദിച്ചത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം, മൗര്യ സാമ്രാജ്യത്തെ പറ്റി 3 പാരഗ്രാഫ് എഴുതി കക്ഷി ആ മൂന്നാം ചലന നിയമം അങ്ങ് ജസ്റ്റിഫൈ ചെയ്തു. ആരും രാഹുൽജിയുടെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ പറ്റി ചോദിക്കാതിരുന്നത് ഭാഗ്യമായി എന്ന് കരുതുന്നവരാണ് കോൺഗ്രസ്സുകാർ എല്ലാവരും. എല്ലാവരും അല്ലെങ്കിലും 95% പേരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് ആരും അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചോദിക്കരുത് എന്ന്. ചോദിച്ചാൽ മറുപടി എന്തായിരിക്കുമെന്ന് രാഹുൽജിക്ക് പോലും അറിയില്ല. എന്തായാലും ആര് ഗോളിയാകും എന്ന് തർക്കിച്ച് നിൽക്കുന്ന എതിർ ടീമിന്റെ പോസ്റ്റിലേക്ക് നിരന്തരം ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. മമത ഗോളിയാവാൻ നിതീഷ് സമ്മതിക്കത്തില്ല, നിതീഷ് ഗോളിയാവാൻ ശരത് പവാർ സമ്മതിക്കത്തില്ല, ഇവർ 3 പേരും ഗോളിയാകാൻ കോൺഗ്രസ് പാർട്ടിയും സമ്മതിക്കത്തില്ല. അപ്പോൾ ഗോളുകൾ കിട്ടുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർക്ക് കളി ജയിക്കുന്നതിലല്ല താല്പര്യം, ഗോളിയാകുന്നതിലാണ് താല്പര്യം. അതാണ് ഇവിടുത്തെ പ്രശ്നവും, അതാണ് BJPയുടെ പിടിവള്ളിയും. എന്തായാലും BJP ആഗ്രഹിച്ചതുപോലെ തന്നെ 2024 ഇലക്ഷനും അതിനുശേഷവും രാമക്ഷേത്രം എന്നത് ഒരു ഹൈലൈറ്റഡ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിലനിൽക്കും. അത് തന്നെയാണ് BJPയുടെ വിജയവും. ഗെയിം ഓഫ് പൊളിറ്റിക്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു കൺവേർട്ട് പോസിബിലിറ്റീസ് ഇൻടു ഓപ്പർച്യൂണിറ്റീസ്. സാധ്യതകളെ അവസരങ്ങളാക്കി മാറ്റുന്നിടത്താണ് രാഷ്ട്രീയമെന്ന കളിയുടെ വിജയം. അതുതന്നെയാണ് ഓരോ പാർട്ടിയും എല്ലാ തവണയും ഓരോ തവണയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ വിജയം ഏറെക്കുറെ BJP സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.